Welcome back to Koi Koden! We are exploring the best of anime! Remember to like and subscribe! ഞാൻ നിങ്ങളുടെ മുന്നിലേക്ക് വേറെ സ്പെഷ്യൽ ഫുഡുമായിട്ട് വന്നിരിക്കുകയാണ്. നമ്മുടെ നാട്ടിൽ നിന്ന് നന്നായിട്ട് ട്രൈ ചെയ്ത പന്നിയിറച്ചി കൊണ്ടുവന്നിരുന്നു അല്ലേ? അത് വെച്ച് ഇന്നൊരു കിടക്കാച്ചി ഐറ്റം ഉണ്ടാക്കാൻ പോവുകയാണ്. എങ്കിലോ അതിന് വേണ്ട ഇൻഗ്രീഡിയൻസ് എന്താണെന്ന് കണ്ടു നോക്കാം. ഇത് നമുക്ക് ചേർക്കാൻ ആവശ്യമായ സവാള, പച്ചമുളക്, ഇഞ്ചി, വെളുത്തുള്ളി, തക്കാളി, കുറച്ച് കറിവേപ്പില, ഇത്രയാണ് നമുക്ക് ആവശ്യമുള്ളത്. ഇതെല്ലാം ഞാൻ അരിഞ്ഞ് സെറ്റാക്കി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് സ്റ്റൗ ഓണാക്കി അതിലേക്ക് എണ്ണ ഒഴിച്ചു കൊടുക്കാം. ചൂടായ എണ്ണയിലേക്ക് നമ്മൾ കടുകിട്ട് കൊടുക്കുന്നുണ്ട്. കടുക് പൊട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് അതിൻ്റെ കൂട്ടത്തിൽ വെളുത്തുള്ളിയും കൂടെ, ഇനി നമുക്ക് പച്ചമുളകും കൂടി ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് അരിഞ്ഞ് വെച്ചിരിക്കുന്ന സവാള, നമ്മൾ സവാള ഇട്ട് കഴിഞ്ഞിട്ട് നമ്മൾ കുറച്ച് ഉപ്പിട്ട് കൊടുക്കുകയാണ്. ഉപ്പ് സവാളയുടെ കൂടി ഇട്ട് കൊടുക്കുമ്പോൾ ഇത് പെട്ടെന്ന് മൂത്ത് വരും, സവാള പെട്ടെന്ന് മരിഞ്ഞ് വരും. നമുക്ക് നന്നായിട്ട് മിക്സ് ചെയ്ത് വേവിക്കും. നന്നായിട്ടൊന്ന് മുരിഞ്ഞ് വരട്ടെ. ഉള്ളി കുറച്ച് നന്നായിട്ട് മൂത്ത് വരുന്നുണ്ട്. കുറച്ചുകൂടി മൂക്കാം, അതുവരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാൻ കേട്ടോ. ആവശ്യമുള്ള രീതിയിൽ ഉള്ളി മുരിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് അതിലോട്ട് തക്കാളി ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് അതിനകത്ത് കുറച്ച് മഞ്ഞപ്പൊടിയും പിന്നെ കുറച്ച് മുളക് പൊടി ഞാൻ കൂടുതലായിട്ട് ചേർക്കുന്നില്ല, കാരണം പന്നി ഫ്രൈ ചെയ്തപ്പോൾ ഞാൻ ഇതെല്ലാം കൂടുതലായിട്ട് ചേർത്തിട്ടുണ്ടായിരുന്നു. ഇത് കുറച്ചൊരു ആ ഉള്ളിക്കൊക്കെ ആവശ്യമുള്ള ഒരു മസാല മാത്രമേ ഞാൻ അഡീഷണലായിട്ട് ചേർക്കുന്നുള്ളൂ. നമുക്ക് നന്നായിട്ടാണ് ഇളക്കി കൊടുക്കാം. പാകമായിട്ടുണ്ട് കേട്ടോ, എനിക്കൊരു പാകമായിട്ടുണ്ട്. ഇനി നമുക്കതിലേക്ക് മെയിൻ ആയിട്ടുള്ള നമ്മുടെ പന്നിയുടെ മീറ്റ് ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലോട്ട് കുറച്ച് കറിവേപ്പില കൂടി ചേർത്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് നമുക്ക് കുക്കർ അടച്ചു വെക്കാം. മിക്സ് ചെയ്ത് നമുക്ക് കുറച്ച് വെള്ളം ചേർത്ത് കൊടുക്കണം. വെള്ളം മതിയാവും കേട്ടോ. നന്നായിട്ട് ഡ്രൈ ആയ പന്നിയാണ്. അപ്പം അതൊന്ന് വേവുമ്പോൾ ഈ വെള്ളമൊക്കെ കുറച്ചൊന്ന് വറ്റി വരും. പിന്നെ നമുക്ക് കുക്കർ അടച്ച് വെച്ച് ഒരു 3-4 വിസിലൊന്ന് അടുപ്പിക്കാം. എന്നിട്ട് ബാക്കി പിന്നെ കാണാം. നമുക്കിനി കുക്കറൊന്ന് തുറന്ന് നോക്കാം. നമ്മൾ വേവിച്ച് വെച്ചിരിക്കുന്നത് എന്തായാലും നമുക്ക് നോക്കിയാലോ. വാ, അടിപൊളിയായിട്ടുണ്ട് കേട്ടോ. നന്നായിട്ട് വെന്ത് അതിൻ്റെ മസാലയൊക്കെ എല്ലായിടവും പിടിച്ച് നല്ല ജ്യൂസി ആയിട്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലോട്ട് കുറച്ച് തേങ്ങാപ്പാൽ ചേർത്ത് കൊടുക്കാം. നമ്മൾ ഈ കറി നമ്മൾ അപ്പത്തിൻ്റെ കൂടെ, പുട്ടിൻ്റെ കൂടെ, ദോശയുടെ കൂടെ എല്ലാം നമുക്ക് സൂപ്പറായിട്ട്, കപ്പയായിട്ട് കഴിക്കാം, എല്ലാം ആയിട്ട് എന്താ ഇതിൻ്റെ കൂടെ നമുക്ക് സൂപ്പറായിട്ട് കഴിക്കാൻ പറ്റുന്ന ഒരു കറിയാണിത്. നമുക്ക് കുറച്ചുകൂടി തേങ്ങാപ്പാൽ ഒഴിച്ചു കൊടുക്കാം കേട്ടോ. എന്നിട്ട് ഒന്ന്
തിളപ്പിച്ചെടുക്കാം. കണ്ടില്ലേ, നമ്മൾ തേങ്ങാപ്പാൽ ഒഴിച്ച് വെച്ച അടിപൊളി പിഗ് മീറ്റ് കറി റെഡി ആയിട്ടുണ്ട്. നമ്മുടെ പുട്ടിൻ്റെ കൂടെയും അപ്പത്തിൻ്റെ കൂടെയൊക്കെ കഴിക്കാൻ പറ്റുന്ന അടിപൊളി പിഗ് മീറ്റിൻ്റെ സ്റ്റൂ റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കുക. ഇതിൻ്റെ ഫീഡ്ബാക്ക് കമൻറ്റിലൂടെ എന്നെ അറിയിക്കുക. താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോ.